ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഉൾക്കാഴ്ച തിരിച്ചു കിട്ടുവാൻ ഉള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. വചനം ഇങ്ങനെ പറയുന്നു. മർക്കോസ് 8 അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. പിന്നീട് അവൻ ബെത്സയിദായിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഈ അന്ധൻ്റെ സ്ഥാനത്ത് നിർത്തി ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെ ഒരു പ്രസ്ഥാനത്തിലായിരിക്കുന്നു, ഒരു കൂട്ടായ്മയിലായിരിക്കുന്നു, ഒരു കുടുംബത്തിലായിരിക്കുന്നു, ഒരു ഫ്രണ്ട് സർക്കിളിലായിരിക്കുന്നു. അതിങ്ങനെ വർഷങ്ങൾ കഴിയും തോറും നമുക്ക് ആ കൂട്ടായ്മ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ബലപ്പെട്ട് വരും. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളും എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ബലപ്പെട്ടൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ചുറ്റും ഒരു സർക്കിൾ പോലെ അങ്ങ് ആയിത്തീരുകയാണ്. എന്ന് വെച്ചാൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണ ഒരു തവളയുടെ അവസ്ഥയിലേക്ക് പയ്യെ നമ്മളും മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ തവളയുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിണറാണ് ലോകം, അതിൻ്റെ അപ്പുറം വേറൊരു ലോകം ഇല്ലെന്നാണ് ഈ തവള വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളും പയ്യെ ഇതിലേക്കിങ്ങ് ആയി വന്ന് നമ്മുടെ ഈ ഉൾക്കാഴ്ചകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പയ്യെ എത്തും. ഈ അന്ധൻ്റെ അവസ്ഥയിലേക്ക് നമ്മളും എത്തുകയാണ്. കാരണം ഒരു ചില സിദ്ധാന്തങ്ങൾ, ചില തത്വത്തിൻ്റെയൊക്കെ പുറകെ ചില പാഷണ്ഡതകളൊക്കെ നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിയൊക്കെ നമ്മൾ അങ്ങനെ ആയിത്തീരാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആ സമയത്തൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി അവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരുടെ നൊമ്പരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വൈഫ് ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കിത് കേൾക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. കാരണം വൈഫിനെ കാണാൻ പറ്റാത്ത വണ്ണം എൻ്റെ കണ്ണുകൾക്ക് മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു, അന്ധത എൻ്റെ കണ്ണുകളെ ബാധിച്ചിരിക്കുന്നു. കാരണം അതിനുള്ളിൽ ഇപ്പം ഇങ്ങനെ ഏശയ്യായുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, 53 ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ലെന്നാണ് പറയുന്നത്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല. കാരണം ഒരു മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലിനകത്ത് ഒരു സംഭവം വായിച്ച് കേട്ടത് ഓർക്കുന്നുണ്ട്. ഒരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണിൽ വെളിച്ചം വന്നു എന്ന് നിനക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നൊരു ഗുരു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശിഷ്യൻ ഇങ്ങനെ ദൂരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആണ്ടേ ആ മലയുടെ മുകളിൽ ഒരു മാവ് പൂത്ത് കായ്കൾ നിറച്ച് നിൽക്കുന്നു, അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കണ്ണിന് വെളിച്ചം വന്നെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഗുരു പറയും, ആ ഉത്തരം തെറ്റാണ്. അതിനുശേഷം വേറൊരുത്തൻ പറയുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തെ മലയിൽ 2 ആട്ടും കുഞ്ഞുങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി എന്നെനിക്ക് തോന്നുന്നു. വീണ്ടും ആ ഗുരു പറയുന്നുണ്ട്, ദിസ് ഈസ് എ റോങ് ആൻസർ. അങ്ങനെ സകല വാദങ്ങളെയും ഈ ഗുരു ഇങ്ങനെ ഡിനൈ ചെയ്യുകയാണ്. അതിനുശേഷം ഗുരു പറയുകയാണ്, നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണിൽ എന്ന് നിനക്ക് മറ്റൊരു ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ അന്നാണ് നിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അത് കാണാൻ പറ്റാത്തിടത്തോളം കാലം നമ്മുടെ കണ്ണുകളിൽ ഈ അന്ധത തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് അങ്ങനെയാണ്, അതിൻ്റെ അപ്പുറം ഒരു ചിന്താഗതി നമുക്കില്ല. നമ്മുടെ കൂടെയുള്ളവരെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് വെക്കും, എൻ്റെ വൈഫ് ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, മാതാപിതാക്കൾ ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ചിന്തയുടെ കിണർ നമ്മളിങ്ങനെ പണിത് വെക്കുക. അതിൻ്റെ നടുക്ക് ഒരു തവള കിടക്കുന്ന പോലെ നമ്മളും കിടക്കുകയാണ്. ആ ചിന്താഗതിയാണ് നമ്മുടെ ലോകം. ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ഇതാണ്. പഴയ നിയമത്തിലെ തെറ്റുകളൊക്കെ ആക്ടിവിറ്റി ഓറിയൻറ്റഡാണ്. ഒരാളെ കൊല്ലുന്നു, കത്തിയെടുത്ത് വെട്ടിക്കുത്തി കൊല്ലുന്നു, അപ്പോഴാണ് കൊലപാതകമാകുന്നത്. ഒരു വ്യഭിചാരം ചെയ്യുന്നു, കിടക്ക പങ്കിടുന്നു, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് വ്യഭിചാരം എന്ന പാപമായി എന്ന് പറയുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ചിന്തയാണ്, തോട്ട് ഓറിയൻറ്റഡാണ്. അത് സഹോദരനെ നീ വെറുത്താൽ നീ അവനെ കൊന്നെന്നാണ് പറയുന്നത്, അത് ചിന്തയാണ്. ഒരു പെണ്ണിനെ ആണിനെ ആസക്തിയോടുകൂടി നീ ഹൃദയത്തിൽ നോക്കിയാൽ, നിൻ്റെ ഹൃദയത്തിൽ അവനുമായി അവളുമായി നിൻ്റെ ചിന്തയിൽ നീ അങ്ങനെ ചിന്തിച്ചാൽ നീ അവനുമായി അവളുമായി വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ തോട്ട് ഓറിയൻറ്റഡ് ചിന്തയാണ്. നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മുടെ ചിന്ത തന്നെ ഈ കിണറിനെ പോലെ നമ്മളിങ്ങനെ ആക്കി വെച്ചേക്കുക. അതിൻ്റെ നടുക്ക് ഒരു തവള ജീവിക്കുന്ന പോലെ നമ്മളിങ്ങനെ ജീവിക്കുക. കർത്താവ് പുതിയ നിയമത്തിലെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കയറ്റിയിരിക്കുന്ന ഈ ചിന്തകളുടെ വേലിക്കെട്ടുകൾക്കിട്ട അവൻ അടിച്ച് തകർക്കുന്നത്. നമ്മുടെ ചിന്താഗതിയെ അവൻ അടിച്ച് തകർക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ലോജിക്കിനെയൊക്കെ അവൻ അടിച്ച് തകർത്തുന്നു വരാം. നമ്മളും ഇങ്ങനെ ഒരു ചിന്തയുടെ വേലി കെട്ടി വെച്ചേക്കാണ്. ആ വേലി കെട്ടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കില്ല. ഇനി അഥവാ കണ്ടാൽ തന്നെ ഈ പറയണത് പോലെ ഈ മരത്തെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായിട്ട് തോന്നുന്നു. വെറും ഒരു മെറ്റീരിയലായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം പറയപ്പെടുന്നുണ്ട്. വീട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയുടെ നെഞ്ചിലെ ചൂടറിഞ്ഞ് വളരണമെന്നാണ് പറയുന്നത്. അപ്പം ഈ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ താലോലിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവുകയെ. എന്ന് വെച്ചാൽ അമ്മയും ഇതുപോലെ വേറൊരു ചിന്താഗതിയുടെ വേലിക്കെട്ടിനകത്ത് ആയിക്കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് നിന്നാൽ ആ കുഞ്ഞ് തൻ്റെ കുഞ്ഞാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ആ അമ്മയുടെ കണ്ണുകളിലും അന്ധത മൂടും. അതുകൊണ്ടല്ലേ പല ന്യൂസ് പേപ്പറിലും പലപ്പോഴും നമ്മളിങ്ങനെ വായിച്ച് കേൾക്കാറില്ലേ, ഈ നവജാത ശിശുവിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കോൺവെൻറ്റിൻ്റെ ഫ്രണ്ടിൽ, ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചവറ്റുകൊട്ടയിലൊക്കെ ഇട്ടിട്ട് പോകാൻ തക്കവണ്ണം അന്ധത ബാധിക്കുന്നു. ഇനി ആ കുഞ്ഞിന് സ്വന്തം അമ്മയുടെ നെഞ്ചിൻ്റെ ചൂട് കിട്ടിയില്ലെങ്കിൽ, ഒരു ആൺകുഞ്ഞിന് അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞാൽ അവൻ അമ്മ ആരാണെന്ന് പഠിക്കുക, അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കും. അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യും. സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പയ്യൻ ഒരു പെണ്ണിനെയും റെസ്പെക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് മുഴുവൻ മരമാ, ജഡമാ. ഈ വചനത്തിൽ പറയുന്ന പോലെ മരത്തെ പോലെ കാണപ്പെട്ടു, ജഡമാ. അവിടെ അമ്മയെന്നോ പെങ്ങളെന്നൊന്നും ഒരു വ്യത്യാസം കാണത്തില്ല. അവന് ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ജഡമാണ്. അവിടെ ഒരു ഫ്ലഷിനെ മാത്രമേ അവൻ കാണത്തുള്ളൂ. അതൊരു കുഞ്ഞാണെങ്കിലും പ്രായമായ മുതിർന്ന ഒരു സ്ത്രീ ആണെങ്കിലും ഒരു ഫ്ലഷിൻ്റെ ഒരു അവസ്ഥയിലേ അവനതിനെ കാണത്തുള്ളൂ. ഇനി വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അപ്പൻ്റെ നെഞ്ചിൻ്റെ ചൂടറിയണമെന്നാണ് പറയുന്നത്. പല അപ്പന്മാർക്കും ആ സമയത്ത് കണ്ണിന് അന്ധത ബാധിക്കും. തൻ്റെ കുഞ്ഞിനെ എടുത്ത് ഒന്ന് താലോലിക്കാനുള്ള ആ ഒരു ചിന്താഗതി പോലും അപ്പന് വരില്ല. മറ്റു പല ചിന്താഗതിക്കുള്ളിൽ ഈ അപ്പനിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുക. അങ്ങനെ ചെയ്യാതിരുന്നാൽ, ആ നെഞ്ചിൻ്റെ ചൂട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞ് അപ്പനാരാണെന്ന് പഠിക്കുന്നില്ല. അപ്പനാരാണെന്ന് പഠിക്കാത്തൊരു കുഞ്ഞ് അപ്പനെ റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പനെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരു പെൺകുഞ്ഞ് ഒരു പുരുഷനെ ബഹുമാനിക്കുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. അങ്ങനത്തെ ഒരു പെൺകുഞ്ഞിന് ഒരു ആണിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന മൊത്തം ജഡവാ. അത് കുഞ്ഞ പയ്യനാണെങ്കിലും പ്രായമുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യനാണെങ്കിലും.
ജഡത്തിൻ്റെ ആവശ്യത്തിന് മാത്രം നിർമ്മിച്ച എന്തോ ഒരു വസ്തു എന്നേ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങളെല്ലാം വീട്ടിനകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ ചിന്തയുടെ വേലിക്കെട്ട് നമ്മൾ തകർക്കണം. നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി നമ്മൾ മാറ്റം വരുത്തണം. അതിനാ മാനസാന്തരം എന്നൊക്കെ പറയുന്നത്. അത് മനസ്സിൻ്റെ അന്തരം മാറ്റലാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യലാണ്. ഞാൻ ഈ കിണറ്റിൽ നിന്ന്, എൻ്റെ ചിന്തയാവുന്ന കിണറ്റിൽ നിന്ന് ഞാൻ പുറത്തു കടക്കലാണ്. ലോകത്തിൻ്റെ അതിരുകൾ വരെ ചെന്ന് നീ സുവിശേഷം അറിയിക്കുക എന്ന് നമ്മളോട് കർത്താവ് നിയോഗിച്ചിരിക്കെ നമ്മുടെ ചിന്തയുടെ വേലിക്കെട്ട് തകർക്കാതെ നമുക്ക് എങ്ങനെ ഈ ലോകത്തിൻ്റെ അതിരുകൾ വരെ നമുക്ക് ചെല്ലാൻ പറ്റും? ഈ വേലിക്കെട്ടുകളാണ് തകർക്കേണ്ടത്. അതിന് കർത്താവ് വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ആ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വസിച്ചിരുന്നതാണ് അവന് ആ അന്ധത ബാധിക്കാൻ കാരണം. ഒരുപക്ഷെ ആ ഗ്രാമത്തിൻ്റെ ചില രീതികളാവാം, ആ ഗ്രാമത്തിൻ്റെ ചില സംസാര രീതികളാവാം, ഗ്രാമത്തിലെ ചില ആചാരങ്ങളാവാം, അനുഷ്ഠാനങ്ങളാവാം, ചില പാഷണ്ഡതകളാവാം ഈ വ്യക്തിയെ അന്ധനാക്കിയത്. അല്ലെ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ചില ബോധ്യങ്ങളാവാം, ചില ലക്ഷ്യങ്ങളാവാം ആ വ്യക്തിയെ അന്ധനാക്കിയത്. ആ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് യേശു കൊണ്ടുവരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വ്യക്തിയെ പറിച്ച് ഇപ്പുറത്തോട്ട് മാറ്റുകയാണ്. അതിനുശേഷം കർത്താവ് അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി കൈ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അവൻ പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. വെളി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാഴ്ച പയ്യെ തെളിയാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ അത് മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കുന്നു. നടക്കുന്നാട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പയ്യെ അവന് മാറ്റം വരികയാണ്. കാരണം ആ ഗ്രാമത്തിൽ നിന്ന് കൈക്ക് പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയ മൊമെൻ്റ് തൊട്ട് അവൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരികയാണ്. നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില ചിന്താഗതികളുടെ ഉള്ളിൽ നമ്മൾ കിടക്കും. ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോയി എവിടെയെങ്കിലുമൊക്കെ ഒരു ആശ്രമത്തിലോ എവിടെയെങ്കിലും ചെന്ന് ഒരു 3-4 ദിവസം ഇരുന്ന് കർത്താവിൻ്റെ കൂടെ വെറുതെ അങ്ങ് ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് പുറത്ത് കടക്കും. നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കും. ആ ജോലിയുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. ഫാമിലിയുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. ഫ്രണ്ട് സർക്കിളിൻ്റെ വേലിക്കെട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. കൂട്ടായ്മയുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. ഏതെങ്കിലും ടീമുകളുടെ വേലിക്കെട്ടിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കും. പുറത്ത് കടന്നിട്ട് പയ്യെ ഞാനൊന്ന് അനലൈസ് ചെയ്യും. പുറത്ത് കടക്കുമ്പോഴേ നമുക്ക് എക്സാക്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സാക്റ്റ് ഒരു റിവീൽനെസ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കാഴ്ച പയ്യെ തെളിയത്തുള്ളൂ. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, അവൻ്റെ കണ്ണുകളിൽ കൈവച്ചു സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. എനിക്കിപ്പോൾ എല്ലാം വ്യക്തമായി കാണാം. ഈ അടുത്ത നാൾ ഇങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ നോക്കിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പുതിയൊരു ടൂർ പാക്കേജൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പ് ടൂർ എന്നാണ് അതിൻ്റെ പേര്. സ്ലീപ്പ് ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു ടൂർ പാക്കേജ്. ആദ്യം ഇത് വായിച്ചപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ക്രൈസി ആയിട്ട് തോന്നി, ഒരു ഫണ്ണി ആയിട്ട് തോന്നി. പക്ഷേ കുറച്ചങ്ങ് ചിന്തിച്ച് വന്നപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു 3-4 ദിവസം എവിടെയെങ്കിലും ചെന്ന് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് രീതിയൊക്കെ ഒരു ആയുർവേദിക് ഡോക്ടർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. ഞാനും ഒരു ദിവസം അതൊന്ന് ചെയ്തു നോക്കി. ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അല്ലേ. കർത്താവ് പറയുന്നുണ്ടല്ലോ, ചില സംഭവങ്ങളെ ഉപവാസം വഴിയൊക്കെ ഇതിനെയൊക്കെ പുറത്ത് കളയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചില അലുകുലുത്ത ചിന്താഗതികളുടെ വേലിക്കെട്ടിനെയൊക്കെ തകർക്കണമെങ്കിൽ, ഈ ചിന്താഗതികളുടെ ഒരു നെഗറ്റീവ് ഒരു ശക്തിയൊക്കെ നമുക്ക് തകർക്കണമെങ്കിൽ ഉപവാസത്തിലൂടെയൊക്കെ നടക്കത്തുള്ളൂ. ചിലതിനെയൊക്കെ നമുക്ക് പുറത്താക്കാനായിട്ട്. അപ്പം അതിൽ പറഞ്ഞ ഒരു ഉപവാസം ഇങ്ങനെയാണ്. അതായത് ഒരു 24 hours ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇനി ചൂടുവെള്ളം മാത്രം കുടിക്കുന്നു, വേറൊന്നും വായനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ഫ്രീ ആയിട്ട് ഒരു കതകും ജനലും ഒക്കെ തുറന്നിട്ടിട്ട് ഒരു റൂമിൽ സ്വസ്ഥമായിട്ട് കിടക്കുക. ഇനി കിടന്ന് മടുത്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് എണീറ്റിരിക്കുക, ഒരു 2-3 സ്റ്റെപ്പ് നടക്കുക,
ഒരു ചൂടുവെള്ളം കുടിക്കാം, വീണ്ടും കിടക്കുക. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രകൃതിയിലേക്ക് പയ്യെ നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പയ്യെ പയ്യെ ഞാൻ അന്ന് അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് എടുത്ത ദിവസമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ചില കിളികളുടെ കരച്ചിലുകൾ ഞാൻ അന്ന് കേട്ടു. നല്ല അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. കാരണം ആ മണ്ണിൽ നിന്നാണല്ലോ നമ്മൾ വന്നേക്കണത്, പ്രകൃതിയിൽ നിന്നാണല്ലോ നമ്മൾ വന്നേക്കണത്, അങ്ങോട്ട് തന്നെയാണല്ലോ തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ ഈ പ്രകൃതിയോടുള്ള ബാലൻസ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമുക്കൊരു മാറ്റം, നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്കൊരു മാറ്റം, കംപ്ലീറ്റ് ഒരു ഫ്രഷ്നെസ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വിചിത്രമായി തോന്നി ആ ഒരു കാര്യം, സ്ലീപ്പ് ടൂർ. അതൊത്തിരി വണ്ടറായി തോന്നി. കാരണം നമ്മളിങ്ങനെ ഒരു 3-4 ദിവസം ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നു. ശരിക്കും ഞാനൊക്കെ ഇപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വേറെ സ്റ്റേറ്റ്സിലേക്കൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു 4-5 ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ആ വീട്ടുകാരോടുള്ള ഒരു സ്നേഹമൊക്കെ ഭയങ്കരമായിട്ട് ഒന്നും കൂടി കൂടുന്നത്. കാരണം ഇടയ്ക്ക് ഒരു മാറി നിൽപ്പൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഈ സാഹചര്യത്തിൽ ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നേ. കാരണം ഇങ്ങനെ അവിടെ തന്നെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇവരെല്ലാം വെറും ഒരു വസ്തുക്കളായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നമ്മൾ പോയി നിൽക്കും. അപ്പോൾ അവിടെ നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ വസ്തുക്കളല്ല, അവരെല്ലാം ജീവികളാണ്, ജീവനുള്ള കാര്യങ്ങളാണ് എന്നൊരു തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ പയ്യെ 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 എത്തും. അതെത്തണം, അത്യാവശ്യമാണ്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളോടുള്ള ഒരു സ്നേഹമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഓരോ പ്രഭാതത്തിലും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്നേഹം പുതിയതാ എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഗ്യാപ്പെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കെയറിങ് ആയിക്കൊള്ളട്ടെ, നമ്മൾ കൊടുക്കുന്ന സ്നേഹം ആയിക്കൊള്ളട്ടെ, നമുക്ക് ലഭിക്കുന്ന ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു ഫ്രഷാണ്. ഇന്ന് വരെ കാണാത്ത രീതിക്കുള്ള ഒരു അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം ഉണ്ടാവും. വീണ്ടും ആ ഒരു ബന്ധം ഭയങ്കരമായിട്ട് അങ്ങ് ദൃഢപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഒരു ടൂറൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകും. അപ്പം ഒരു ടൂർ പോകുമ്പോൾ മിക്കവാറും ഇങ്ങനെ ഹൈ റേഞ്ച് അതുപോലെയുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് കൂടുതലും പോണേ. കാരണം അവിടെയൊക്കെ ചെന്ന് ഒരു 3-4 ദിവസം ഒന്ന് റീഫ്രഷ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ തക്കവണ്ണം ഒരു എബിലിറ്റിയിലേക്ക് പയ്യെ 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 നമ്മൾ മാറും. അതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്കും ഒരു ബ്രേക്ക് വേണം നമുക്ക്. ഈ അപ്പസ്തോലന്മാരുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ ജയിലിൽ പിടിച്ചിടുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുക, ചെറിയൊരു ബ്രേക്ക് കിട്ടുക. അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ നിന്ന് ചാടി ഒരു സ്പേസ് മാറി, ആ ഒരു വേലിക്കെട്ടിൽ നിന്ന് ചാടി അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ഇതിലും ബെറ്ററായിട്ട് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും, അടുത്തൊരു ചിന്താഗതിയിലേക്ക്, അടുത്തൊരു ആറ്റിറ്റ്യൂഡിലേക്ക്, അടുത്തൊരു അഭിഷേകത്തിലേക്ക്, അടുത്തൊരു ശുശ്രൂഷയിലേക്ക് അവർ മാറ്റപ്പെടുക. പൗലോസ് അപ്പോസ്തലനൊക്കെ 3 ദിവസം കടലിൽ ഒഴുകി നടന്നെന്നാണ് പറയുന്നത്. ആ കടലിൽ പൗലോസിൻ്റെ ദൈവവും മാത്രമേ ഉള്ളായിരുന്നു. അടുത്തൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് പൗലോസ് പ്രാപ്തനാകുന്നു. ആ ഒരു മാറ്റി നിർത്തപ്പെടൽ അങ്ങോട്ട് മാറിയപ്പോൾ യോഹന്നാനെ നാട് കടത്തപ്പെട്ടു. ഒരു ദ്വീപിൽ തനിച്ചായി ആ മനുഷ്യൻ തനിച്ചായി കഴിഞ്ഞപ്പോഴാണ് വെളിപാട് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടത്. കാരണം ആ ഒരു സർക്കിളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അല്ലേ. ഈ റീസെൻ്റായിട്ടൊക്കെ നമ്മുടെ ക്രിക്കറ്റർ വിരാട് കോഹ്ലിയുടെയൊക്കെ കഥയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫോമൊക്കെ നഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിളിലൂടെ അദ്ദേഹം കടന്ന കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് 1-2 സീരീസിൽ നിന്ന് ആ കക്ഷിയൊന്ന് മാറി സ്വസ്ഥമായിട്ട് ചെന്നൊന്ന് റെസ്റ്റ് എടുത്തു. കാരണം ആ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയാണ്. പൂർവാധിക ശക്തിയോട് തന്നെ വീണ്ടും തിരിച്ചു വന്ന് ആ കളി വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പം ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു അവലോകനം ആവശ്യമാണ്. ഒരു അനലിറ്റിക്കൽ സർവേ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. വ്യക്തമായി കാഴ്ച തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനൊരു താക്കീത് കൊടുക്കുകയാണ്, ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചെന്നാണ് പറയുന്നത്. കാരണം ഒരു പഴയ നമ്മൾ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച ഒരു കാര്യത്തിലേക്ക് പിന്നെ പോകാൻ പാടില്ല. അത് ചില കൂട്ടുകെട്ടുകളാവാം, ചില ബന്ധങ്ങളാവാം, ചില കൂട്ടായ്മകളാവാം, ചില പ്രാർത്ഥനാ കൂട്ടായ്മകളാവാം.
അല്ലെങ്കിൽ ചില ചില കമ്മ്യൂണിറ്റീസ് ആവാം, ചില ക്ലബ്ബുകളാവാം, ചില കമ്പനികളാവാം, ചില ജോലി സാഹചര്യങ്ങളാവാം, ചില സ്ഥലങ്ങളാവാം, ചില വീടുകളാവാം, വാട്ടെവർ ഇറ്റ് ഈസ്, അതിലേക്ക് നീ തിരിച്ചു പോവരുത് എന്ന് പറഞ്ഞ് അവനെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ആവശ്യമാണ്. ഒരു ടൈം ഗ്യാപ്പ് എന്തായാലും കൊടുത്തേ പറ്റും. ഞാനൊക്കെ അത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ റെഗുലറായിട്ടത് ചെയ്യാറുണ്ട്. കാരണം നമ്മളിങ്ങനെ ഓട്ടപ്പന്തയമാണല്ലോ, ഓടുവാണല്ലോ. അപ്പോൾ ഈ ഓട്ടപ്പന്തയത്തിനിടയ്ക്ക് നമുക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? ഈവൻ ഞാനൊക്കെ ഈ സൺഡേസിലൊന്നും മൊബൈൽ പോലും അധികം യൂസ് ചെയ്യാറില്ല. കാരണം അതിനും ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ നമുക്ക്. ചിലർ ഇങ്ങനെ ഈ നമ്മുടെയൊക്കെ ഇന്നത്തെ കാലഘട്ടം ഈ സോഷ്യൽ മീഡിയാസ് ഇതുപോലെയാണ്, ഈ ഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ദൈവം നമ്മളെ ഇവിടുന്ന് നമുക്കൊരു യാത്ര തിരിക്കുകയാണ്, ഡൽഹിയിലെത്തണം. അതിനാണ് ദൈവം നമ്മളെ നിയോഗിച്ചെങ്കിൽ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് പയ്യെ ഡൽഹിയിലോട്ട് യാത്ര ചെയ്യുവാണ്. പതുക്കെ ആന്ധ്രാപ്രദേശൊക്കെ എത്തുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വേറെ ഏതോ ഒരു കോണിലേക്ക് പോകും. ഇനി കുറേ നാൾ കഴിയുമ്പം വേറെ ഏതോ ഒരു ഡയറക്ഷനിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ ഡൽഹിയിൽ എത്തപ്പെടുന്നില്ല. എന്നെ ഡൽഹിയിലേക്ക് പോകാനാണ് ദൈവം നിയോഗിച്ചേക്കുന്നതിന് വിളി പോലും നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആവുന്ന ഈ ചില ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ അന്ധത മൂടുവാണ്. അതിൽ കേൾക്കുന്നത്, അതിൽ കാണുന്ന മാത്രമാണ് സത്യം, അതിൻ്റെ അപ്പുറം വേറൊരു കാര്യമില്ല എന്ന ഒരു അന്ധതയിലേക്ക് നമ്മൾ മൂടപ്പെടുന്നു. ചില കാര്യങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരുമ്പോൾ അതാണ് സത്യം എന്നൊരു ലെവലിലേക്ക് നമ്മുടെ കണ്ണുകൾക്കൊരു അന്ധത ബാധിക്കുക. പിന്നെ നമ്മുടെ സംസാരം, ചിന്താഗതി എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നോ, ഞാൻ എങ്ങോട്ട് പോകണോ എന്നെല്ലാം മറന്നു പോവുക. അതുകൊണ്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണുകൾക്കും ആ കാഴ്ച തിരിച്ചു കിട്ടണം, ഉൾക്കാഴ്ച തിരിച്ചു കിട്ടണം. നമ്മുടെയും ആ ഒരു ജീവിത ഡയറക്ഷൻ ഒന്ന് ഫോക്കസ്ഡ് ആവണം. എന്നിട്ട് യേശുവിനെ മാത്രം നോക്കി അവൻ പറയുന്നിടത്തോട്ട് മാത്രം പോവാൻ. ആ ഗ്രാമത്തിലേക്ക് ഇനി നീ തിരിച്ചു പോകരുത്, നിൻ്റെ ഭവനത്തിലേക്ക് നീ മടങ്ങുക. അവിടെ ഉള്ളവരൊന്നും മരങ്ങളോ മെറ്റീരിയലോ ഒന്നും അല്ല, അവിടെ ഉള്ളത് ജീവനുള്ള ആൾക്കാരാണ്. ഹൃദയമുള്ള, വേദനയുള്ള, വികാരങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ് അവിടെ ഉള്ളത്. അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാനാവണം. നമ്മുടെയൊക്കെ ജീവിത നിയോഗം അവരുടെ ജീവിത നിയോഗവുമായി എല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ആ നിയോഗങ്ങൾ സഫലമാക്കപ്പെട്ട് നമ്മുടെ കടമകൾ ഭംഗിയായി ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. അതിനുള്ള ഉൾക്കാഴ്ചകൾ തുറന്നു കിട്ടപ്പെടാൻ വേണ്ടി അന്ധന് കാഴ്ച കൊടുത്ത യേശുവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ അന്ധതയാവുന്ന ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ കാഴ്ച ഒന്ന് തെളിച്ചു തരണമേ. എന്നിട്ട് നീ പറഞ്ഞല്ലോ അവനോട്, നീ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവരുത്, നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ. എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ ദൈവമേ നീ ഞങ്ങൾക്ക് തരണേ. പരിശുദ്ധ അമ്മേ, യോഹന്നാൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നീ നടന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തില്ലേ ഇതുവഴിക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാരുടെ കൈക്കെല്ലാം നീ പിടിച്ച് നടത്തിയില്ലേ, അതുപോലെ ഞങ്ങളുടെ കൈക്ക് നീ പിടിക്കണമേ. യേശു ആഗ്രഹിക്കുന്ന വഴിക്ക്, അത് നിനക്കറിയാമല്ലോ യേശുവിൻ്റെ ഏത് വഴിക്കാണ് അവൻ ആഗ്രഹിക്കുന്നതെന്ന്, ആ വഴിക്ക് തന്നെ ഞങ്ങളെ നടത്താനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി നീ ഞങ്ങളുടെ കൈക്ക് പിടിക്കണമേ, കൂട്ടായിരിക്കണമേ. ആമേൻ.